ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെടികളും പൂക്കളും ഒക്കെ പറ്റിയുള്ളതാണ്. നമ്മുടെ വീട്ടിൽ പൂക്കുകയും നടുകയൊക്കെ ചെയ്ത് നമുക്ക് നല്ല ഐശ്വര്യം കിട്ടുന്ന ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ നിങ്ങൾ നട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നട്ട് നോക്കുക, നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഇപ്പോൾ മഴ സമയം കൂടെ ആയിട്ട് ഇതൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊണ്ട് വെച്ചാലും അത് പിടിച്ച് കിട്ടാൻ ഇച്ചിരി താമസമുണ്ട്. അത് നമ്മുടെ കാലക്കടിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി, അത് സാവകാശം നമുക്ക് സെറ്റായി കിട്ടും. അപ്പം എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പം നമുക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്ന ചെടികളൊക്കെയാണ്. സൗഭാഗ്യം, നമ്മുടെ വീടിന് ഐശ്വര്യം, ഭാഗ്യം ഒക്കെ കൊണ്ടുവരുന്ന കുറേ ചെടികളുണ്ട്. അപ്പം ആ ചെടികളിൽ കുറച്ച് എണ്ണത്തിൻ്റെ പേരുകൾ ഞാൻ പറയാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. എനിക്ക് വെച്ച അനുഭവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൽ താമര ഏറ്റവും നല്ല ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്നത്. താമര വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഏറ്റവും നല്ല ഐശ്വര്യമാണ് അത്. താമര ഈ പറയുന്ന ചെടികളെല്ലാം ഉണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന ചെടികളെല്ലാം കിളിർത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് കിളിർത്ത് വരുന്നതിന് ഒരിതുണ്ട്. അങ്ങനെ അത് വന്നാലേ നമുക്ക് ഐശ്വര്യവും പിന്നെ ഭാഗ്യവും എല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ വീടിന് വേണ്ടിയുള്ള. അപ്പോൾ താമരയാണ്. താമര മഹാലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടം എന്നാണ് പറയുന്നത്. അപ്പം മഹാലക്ഷ്മി ദേവി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഐശ്വര്യത്തിൻ്റെ കാര്യം പറയുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ സകലവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നൊരിതാണ്. അപ്പോൾ നിങ്ങൾ പറയും സരസ്വതി ദേവി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സരസ്വതി ദേവി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ് താമര എന്ന് പറഞ്ഞത്. അപ്പോൾ ആ താമര നമ്മുടെ വീട്ടിൽ താമര നട്ട് അത് പൂ വിരിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് വീടിന് കിട്ടുന്നത് കേട്ടോ, ഭയങ്കര ഐശ്വര്യമാണ്. അപ്പം എല്ലായിടത്തും ഒന്ന് ഈ താമരയും ആമ്പലും ഒന്നും, ഞാനൊക്കെ ആണെങ്കിൽ ആമ്പലായിട്ട് പോലും ഞാൻ കുറേ പ്രാവശ്യം കൊണ്ട് വെച്ചതിന് ശേഷം എനിക്കൊന്ന് സെറ്റായി കിട്ടി കേട്ടോ. താമര നമ്മൾ വീട്ടിൽ ഇപ്പോൾ കടകളൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷേ ഈ താമര കൊണ്ട് വെച്ച് അത് പൂ ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. താമര നല്ലതായിട്ട് തഴച്ച് വളരുക നമ്മൾ പറയത്തില്ലേ, നല്ല ഇതായിട്ട് ഒരു കേടോ ഒന്നുമില്ലാതെ ഇലകളൊക്കെ ഇങ്ങനെ പന്നലായി പോകാതെ നല്ല ഇതായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ വീടിന് ഐശ്വര്യം. അല്ലാതെ താമര നമ്മൾ കൊണ്ട് വെച്ച് അത് ഒരുമാതിരി ശ്രദ്ധിക്കാതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ചെടിയെല്ലാം അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അത് ചിലർ പറയും എൻ്റെ വീട്ടിൽ താമര ഇടുന്നിട്ട് ഒരു വ്യത്യാസം ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെടി ഒന്ന് നോക്കുക, നോക്കി വെച്ച് അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. അതിനകത്ത് നമുക്ക് ധനലാഭം ഒരുപാടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെടിയൊക്കെ നമുക്ക് വീട്ടിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ഉയർച്ചയുണ്ടാകും ഈ താമര വീട്ടിൽ വെച്ച് നമ്മൾ പിടിപ്പിച്ച് നല്ലപോലെ തഴച്ച് വളർന്നാൽ. അപ്പം താമര നല്ലൊരിതാണ് നമ്മുടെ വീട്ടിൽ. അതും നമ്മുടെ വീടിൻ്റെ വടക്കുവശത്തൊക്കെ വെക്കാൻ ഉണ്ടല്ലോ ഭയങ്കര ഐശ്വര്യമാണ്. കാര്യം വെള്ളത്തിലല്ല നമ്മൾ വെക്കുന്നത്, അതുകൊണ്ടാണ് വീടിൻ്റെ വടക്കുവശത്ത് വെക്കാൻ പറഞ്ഞത്. വീടിൻ്റെ വടക്കുവശത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വടക്കുവശത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും പുറകെ വടക്കുവശത്തല്ല, വീടിൻ്റെ ആ ഒരിപ്പം നമുക്ക് എന്നാലും കിഴക്കുവശത്തോട്ട് വാതിലിരുന്നാലും പടിഞ്ഞാറ് വശത്തോട്ട് വാതിലിരുന്നാലും വടക്കുവശത്തെ സൈഡ് നമുക്ക് ഈ കിഴക്ക് വടക്കുവശവും വരും, പടിഞ്ഞാറ് വടക്കുവശവും വരും. അങ്ങനെ വരത്തില്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് ആവിടായിട്ടായിട്ട് നമ്മൾ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. വീടിൻ്റെ ഏറ്റവും പുറകെ കൊണ്ട് വെക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, വീടിൻ്റെ സൈഡിലായിട്ട് വടക്കുവശത്തായിട്ട് സൈഡിലായിട്ട് നമ്മൾ വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് ഇരിക്കുന്നതിൻ്റെ ഒരു സൈഡ് നമ്മൾ വടക്കെന്ന് പറയില്ല, ആ ഒരു ഏരിയയിലായിട്ട് ഇത് വെക്കാമെങ്കിൽ നല്ല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. താമര നല്ല രീതിക്ക് തഴച്ച് വളരണേ, എന്നാലേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതിൻ്റെ ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ തുളസി പിന്നെ പക്ഷേ എല്ലാവരും പറയും തുളസി എവിടെ വേണമെങ്കിലും ഉണ്ടാകുമെന്ന് പറയും കേട്ടോ. പക്ഷേ തുളസി എല്ലായിടത്തും ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ചിലയിടത്തൊക്കെ ഉള്ളൂ നമ്മൾ തുളസി കണ്ടാൽ നല്ലപോലെ ഉണ്ടാകുന്നതാണ്. ചിലയിടത്ത് തുളസി കൊണ്ട് വെച്ച് പിടിപ്പിച്ചാലും അത് കിളുക്കുകയില്ല. തുളസി ഭയങ്കര ഈശ്വരാനുഗ്രഹമുള്ള ഒരു ചെടിയാണെന്നാണ് പറയുന്നത്. തുളസി നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമാതിരി മുരടിച്ച് എൻ്റെ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കൊണ്ട് നട്ടുവെച്ച് അത് ഒരുമാതിരി മുരടിച്ച മാതിരി നിന്ന് അത് ആ മുരടിച്ച് നിൽക്കുന്ന അനുസരിച്ച് നമുക്ക് അതിൻ്റെതായ ദോഷങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് നല്ലപോലെ ആർത്ത് കിളുത്ത് വരാൻ തുടങ്ങുമ്പോഴല്ലോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് നല്ലൊരു ഐശ്വര്യമാണ് വരുന്നത്. അപ്പോൾ തുളസി നമ്മൾ ഒത്തിരി വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് നല്ല ഐശ്വര്യമാണ്, ഒരുപാട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ താമരയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ താമരയൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരെയും വിളിച്ച് കാണിക്കാൻ നിൽക്കരുത്. താമരപ്പൂ കണ്ടോ, എൻ്റെ വീട്ടിൽ വിരിഞ്ഞു, ഇത് കണ്ടോ എന്നും പറഞ്ഞ് നമ്മൾ ആരെയും വിളിച്ച് കാണുന്നവർ കണ്ടേച്ച് പൊക്കോട്ടെ, പക്ഷെ നമ്മൾ ഇനി വന്നേ ഇത് കണ്ടോ എൻ്റെ വീട്ടിൽ താമരപ്പൂ ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ വിളിച്ച് ആരെയും കാണിക്കാൻ നിൽക്കരുത്. അങ്ങനെ കാണിച്ചാൽ നമ്മുടെ വീട്ടിൽ സകല ആ ഒരു ഐശ്വര്യവും പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ വിളിച്ച് കാണിച്ചാൽ അവർ തന്നെ കാണുന്നത് വെച്ചാൽ മുറ്റത്ത് വെക്കുന്ന സാധനമാണ്, ആർക്കും വേണമെങ്കിലും കാണാം. അവർ തന്നെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ വിളിച്ച് കൊണ്ടുവന്ന് കാണിക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തുളസിയാണെങ്കിലും നമ്മൾ പറയും എൻ്റെ മുറ്റത്ത് ഒരുപാട് തുളസി അങ്ങ് നിൽക്കുന്നു, ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇത് നിറച്ചും പൂത്തു, ഇത് എന്തോരം തുളസിയെ കാട് പോലെയുള്ള അങ്ങ് തഴച്ച് വളരുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുന്നവരെ വിളിച്ച് കാണിക്കരുതെന്നാണ് പറയുന്നത്. അത് കാണിച്ചാലും നമ്മുടെ വീട്ടിൽ ദോഷങ്ങൾ മാത്രമാണ് വരുന്നത്, ഒരൈശ്വര്യവും ഉണ്ടാകത്തില്ല. പിന്നെ നല്ലപോലെ കാട് പോലെ കിളുത്തിട്ട് കാര്യമില്ല, നല്ല നമുക്കറിയാമല്ലോ നല്ല
ഉഷാറായിട്ട് നിൽക്കുന്ന ഈ ചെടികൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ തുളസി ചെടി അങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്ന തുളസി ചെടിയാണ് കൂടെ. പിന്നെ ഇത് പൂക്കുകയും കൂടെ ചെയ്താൽ അതിനേക്കാൾ ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. വീണ്ടും മുറ്റത്ത് തുളസി പൂക്കുകയും കൂടെ ചെയ്താൽ. അതുപോലെ തന്നെ തുളസി നമ്മുടെ വീട്ടിൽ കാടുപോലെ വളർന്നാൽ ആ വീട്ടിൽ നല്ല ഐക്യവും സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാകുന്നുള്ളത് മഹാലക്ഷ്മിയുടെ കടാക്ഷത്തോടുകൂടിയുള്ളിടത്ത് അങ്ങനെ തുളസിക്ക് ഒരുപാട് വളരുന്നതെന്നാണ്. ഈശ്വരാനുഗ്രഹം ഉള്ളിടത്ത് നല്ലപോലെ തുളസി വളരുമെന്നാണ് പറയുന്നത്. അങ്ങനെ തുളസി നമ്മുടെ വീട്ടിൽ വളരുന്നത് നല്ല ഐശ്വര്യം തന്നെയാണ്. തുളസി നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ആരെയും വിളിച്ച് കാണിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതുപോലെ തന്നെ ഐശ്വര്യവും ഭാഗ്യവും എല്ലാം കൊണ്ടുവരുന്നതും പിന്നെ നമ്മുടെ വീടിന് കിട്ടുന്ന ദൃഷ്ടിദോഷം, അതുപോലെ ചിലർ നമ്മളല്ലേ കണ്ണ് ദോഷം എന്നൊക്കെ പറയത്തില്ല, ചിലർ നമ്മുടെ വീട്ടിൽ നിൽക്കുക എന്ന് വെച്ചാൽ മതി, അത് വീട് പിന്നെ ചിലരുടെ ഒരിതാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, ഇല്ല എന്നൊന്നും പറയണ്ട, ഇതൊന്നും അന്ധവിശ്വാസമല്ല, ഇതൊക്കെ അനുഭവത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ് ശംഖുപുഷ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടു വെച്ച് കഴിഞ്ഞാൽ അതേ നിറച്ചും പൂക്കളുണ്ടായാലും നമ്മുടെ വീടിന് വരുന്ന ദോഷങ്ങളെല്ലാം അത് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. ശംഖുപുഷ്പം വെള്ളയുണ്ട്, നീലയുണ്ട്, ഈ 2 കളറിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം. ഈ 2 കളറ് നമ്മുടെ വീടിന് മുറ്റത്തുണ്ടെങ്കിലും നല്ല ഐശ്വര്യമാണ് വരുന്നത്. അത് പൂക്കുമ്പോഴാണ്, പൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന് വരുന്ന എല്ലാ ദോഷങ്ങളും മാറ്റിവിടുമെന്നാണ് പറയുന്നത്. എല്ലാ കണ്ണീർ ദോഷങ്ങളും മാറ്റിവിടുമെന്നാണ് പറയുന്നത്. ചിലർക്ക് കുശുമ്പ് മൂത്ത് നമ്മളെ നോക്കാറുണ്ട്, ഇവർക്കതൊക്കെ കിട്ടിയില്ല എന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ തുളസി ഈ ശംഖുപുഷ്പമാണ് നട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആര്യവേപ്പ് നമ്മൾ വീട്ടിൽ നട്ടാലും നല്ല ഐശ്വര്യമാണ് നമുക്കുണ്ടാകുന്നത്. അതുപോലെ ആര്യവേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് തന്നെ നമുക്ക് നല്ല ഒരിത് കിട്ടുമെന്നാണ് പറയുന്നത് ആര്യവേപ്പിൻ്റേത്. അതുപോലെ തന്നെ ഉള്ള ഒരിതാണ് ആര്യവേപ്പ് പൂത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. ഈ ആര്യവേപ്പൊക്കെ അങ്ങനെ എപ്പോഴും ഒന്നും നമ്മളങ്ങനെ കാണാറില്ല, അപൂർവങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ നമ്മൾ ഇങ്ങനെ പൂത്ത് കാണത്തുള്ളൂ. അപ്പം അങ്ങനെ പൂത്ത് കാണുന്ന സമയത്ത് നമ്മൾ ഈ ആര്യവേപ്പൊക്കെ പൂക്കുമ്പോഴത്തേക്ക് പറയും, ദേണ്ട കണ്ടോ എൻ്റെ ആര്യവേപ്പ് പൂത്തു എന്നും പറഞ്ഞ് ആരെയും വിളിച്ച് കാണിക്കാതിരിക്കുക. അതൊക്കെ നമ്മൾ അവർ കാണുന്നവർ കണ്ടിച്ച് പോകട്ടെ, നമ്മൾ വിളിച്ച് കാണിക്കാതിരിക്കുക. ഈ ആര്യവേപ്പിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് വീട്ടിന് മുറ്റത്ത് ആര്യവേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സകലവിധ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകുന്നതാണ്. അപ്പം ഈ ചെടികളെല്ലാം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതും നല്ലപോലെ തഴച്ച് വളർന്ന് നിൽക്കുന്നതായിരിക്കണം. അല്ലാതെ ആര്യവേപ്പ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഇലകളെല്ലാം നല്ല തഴച്ച് നമുക്ക് ഈ ചെടിയൊക്കെ തഴച്ച് വളർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ വീടിന് ഐശ്വര്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. ധനലാഭം കിട്ടും, അതുപോലെ തന്നെ വീട്ടിൽ ജോലിയുടെ കാര്യങ്ങൾക്ക്, വീട്ടിൽ അസുഖങ്ങൾ കുറഞ്ഞിരിക്കും, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഒരു സമാധാന സ്വസ്ഥതയും നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടും. സ്വരച്ചേർച്ചയുള്ള കുടുംബങ്ങളായി തീരും. അപ്പം ഇങ്ങനെയുള്ള ചെടികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ അതിനെ പരിപാലിക്കുക, നല്ലപോലെ നിങ്ങളത് വളർത്തിയെടുക്കാനായിട്ട് നോക്കുക. ഉണങ്ങിപ്പോകാതെയും എല്ലാം നിങ്ങൾ നല്ല ഇതായിട്ട്. ഇപ്പോൾ മഴ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പറയും ചെടിയൊക്കെ തന്നെ വളർന്നു, എന്നാലും നമ്മൾ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ചെടിയൊക്കെ അളിഞ്ഞും പോകും. അതുപോലെ തന്നെ ചെടിയൊക്കെ അഴുക്കായപ്പോൾ പുഴു പിടിച്ചും ഒക്കെ പോകും, നമ്മൾ നോക്കേണ്ട രീതിക്ക് നോക്കിയില്ലെങ്കിൽ. പിന്നെ തുളസി എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ കാട് പോലെ കിളുക്കുന്ന സാധനമാണ്. അതും നമ്മൾ പറിച്ച് കളയാതിരിക്കുക, അതവിടെ പെരയുടെ സൈഡിൽ നിന്നിട്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഐശ്വര്യം തരുന്നൊരു ചെടിയാണ് മുക്കൂറ്റി. നമ്മുടെ വീടിൻ്റെ വടക്കുവശത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യം എന്നാണ് പറയുന്നത്. മുക്കൂറ്റി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിളുത്ത് വരുന്നത് നമുക്ക് ഭയങ്കര ഐശ്വര്യമാണ്. പിന്നെ നമ്മൾ മുക്കൂറ്റിയൊക്കെ ഈ നട്ട് പിടിപ്പിക്കുന്നവരുണ്ട് ചിലർ. അങ്ങനെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ വടക്കുവശത്താണെങ്കിൽ ഭയങ്കര ഐശ്വര്യം എന്നാണ് പറയുന്നത് മുക്കൂറ്റി. അതൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന പൂവും ഇതൊക്കെയാണ്, ചെടിയൊക്കെയാണ്. അതുകൊണ്ട് അത് നല്ല ശുദ്ധവൃത്തിയോട് കൂടി വേണം നമ്മൾ അതൊക്കെ നട്ടുവെക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള. പീരീഡ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് അതിലൊക്കെ പോയി എടുക്കുകയൊന്നും ചെയ്യരുത്. അതൊക്കെ നമ്മൾ ശുദ്ധവൃത്തിയോട് കൂടി തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പം ഈ ചെടികളെല്ലാം ഞാൻ ഇപ്പം ഒരു ചെടിയിലും ഞാനിങ്ങനെ പീരീഡ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് പോയി ചെടി പച്ചക്കറി ഇങ്ങനെയുള്ള സാധനത്തിലൊന്നും ഞാൻ തൊടാറില്ല കേട്ടോ. അതൊക്കെ എല്ലാവരും പറയും ചുമ്മാതാണ്, കരിയാപ്പ തൊട്ടാലൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും. ചില സമയങ്ങളിലുണ്ടല്ലോ നമുക്കത് കരിയാപ്പിലൊക്കെ തൊട്ട് പുഴു പിടിച്ച് കരിയാപ്പങ്ങ് പന്നലായി പോകാറുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് ഇപ്പം പറയുമ്പോൾ നിങ്ങൾ പറയായിരിക്കും ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളൊന്നുമല്ല. നമ്മൾ ഒരു പച്ചമുളകാണെങ്കിലും നല്ലപോലെ ആർത്ത് കിളുത്തിക്കുന്ന പച്ചമുളക് പീരീഡ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് പോയി പച്ചമുളക് ഒന്ന് പറിച്ച് ആ പച്ചമുളക് വാടിപ്പോവും പെട്ടെന്ന്. അത് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പം അതുകൊണ്ട് നമ്മൾ ശുദ്ധവൃത്തിയോട് കൂടി സൂക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതെല്ലാം ഒന്ന് നട്ടുപിടിപ്പിച്ച്, ഇതെല്ലാം ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചൊന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അപ്പോൾ അറിയാം അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആരെയും വിളിച്ച് കാണിക്കാതിരിക്കുക. ഇത് കണ്ടോ, അത് കണ്ടോ, മറ്റത് കണ്ടോ, മറിച്ച് കണ്ടോ എന്നൊന്നും പറഞ്ഞ് കാണിക്കാതിരിക്കുക. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ, പണ്ട് അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ആരെയും വിളിച്ച് കാണിക്കാറില്ല. പണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു ചെറിയ പൂവുണ്ടായി, ഞാൻ പറയും ഇത് കണ്ടോ എൻ്റെ ചെറിയ പൂവുണ്ടായി. അല്ലെങ്കിൽ ഞാൻ ആമ്പലൊക്കെ കൊണ്ടുവച്ച സമയത്ത് അതിൽ ആദ്യമായിട്ട് പോയിട്ടപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ച് കാണിക്കുന്നത് എൻ്റെ ആമ്പലെ പൂവുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഓരോ ചെടിക്കാണെങ്കിലും ഒത്തിരിയൊക്കെ ഇതായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് കണ്ടോ, അയ്യോ നല്ല രസമുണ്ട് ഇത് കിളുത്ത് നിൽക്കുന്ന കാണാൻ എന്നും പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇതിലൊക്കെ എന്നതെങ്കിലുമൊക്കെ ഒരു വിശ്വാസങ്ങളും കാണും, ഇതിൽ എന്നതിലൊക്കെ ഒരു കാരണങ്ങളും കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നട്ടുവെച്ച് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ചെടികൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ട് തരുന്ന ചെടികളും നമ്മുടെ വീട്ടിൽ സൗഭാഗ്യങ്ങൾ കൊണ്ട് തരുന്ന ചെടികളും ധനലാഭങ്ങൾ കൊണ്ട് തരുന്ന ചെടിയും ഒക്കെ ആയിട്ടുള്ള കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളർന്ന് വരുന്നതിൻ്റെ ചുമ്മാ നിന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വളർന്ന് നല്ലതായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനമുള്ളതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം കേട്ടോ. ഈ ഒരു വീഡിയോസ് മാത്രമല്ല, എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇനി ചെയ്യാനായിട്ട് എനിക്കും താല്പര്യം തോന്നുള്ളൂ. കാര്യം എല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ.